ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയപ്പെട്ട, അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട അബു സാഹിബ് കൂടലായി. അദ്ദേഹം ഞങ്ങളെ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക് അതിനേക്കാൾ ഉപരിയായി കൃത്യമായി തന്നെ ട്രേഡ് യൂണിയൻ ബേസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നമുക്ക് ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ഞങ്ങളുടെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ കൃത്യമായും കേരള കർഷക തൊഴിലാളി ഫെഡറേഷനുള്ള പ്രിയപ്പെട്ട ക്ഷേമനിധി തൊഴിലാളികൾക്കും മറ്റൊക്കെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റൊക്കെ കൃത്യമായി പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട അബു സാഹിബ് കൂടലായിയെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അബു സാഹിബ് ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് കർഷക തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായി അദ്ദേഹം പ്രതിപാദിക്കും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അബു സാഹിബ്, എന്താണ് നമ്മളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതിപാദിക്കാനുള്ള വിഷയങ്ങൾ? കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ ഒരു പോഷക ഘടകമാണ്. അതിൽ കേരളത്തിൽ 25,000-ഓളം വരുന്ന കർഷക തൊഴിലാളികൾ അംഗങ്ങളാണ്. ഈ കർഷക തൊഴിലാളികൾ ഭൂരിപക്ഷവും വനിതകളാണ്. കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതിവർഷാനുകൂല്യം, അതുപോലെ പെൻഷന്, പ്രസവാനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടേണ്ടതുണ്ട്. അതിൽ ഈ അതിവർഷം ആനുകൂല്യം സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് കഴിഞ്ഞാൽ, സർവീസിൽ നിന്ന് കഴിഞ്ഞ് പിരിഞ്ഞാൽ അവർക്ക് ഒറ്റ ഗഡുവായിട്ടാണ് ഈ അതിവർഷ ആനുകൂല്യം കിട്ടേണ്ടത്. ഇപ്പോൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാർ റിട്ടയറായാൽ അവർക്ക് ഡിസ്ചാർജ് എന്ന പേരിൽ ഒരു തുക ഒരുമിച്ച് കൊടുക്കും. എന്നാൽ കർഷക തൊഴിലാളികൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം UDF അധികാരത്തിലിരിക്കുന്ന കാലത്തെല്ലാം തന്നെ അവർക്ക് ഈ ആനുകൂല്യം, അതിവർഷ ആനുകൂല്യം ഒരുമിച്ച് ഗഡുക്കളായി കൊടുക്കുമായിരുന്നു. അത് തുച്ഛമായ ഒരു പൈസയുള്ളൂ. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 20,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഒരു തൊഴിലാളിക്ക് കിട്ടൂ. ഇപ്പോൾ പുതിയ ഈ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആനുകൂല്യം അവരെന്ത് ചെയ്തു? 2023 മുതൽ ഗഡുക്കളായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് അവർക്ക് പറ്റിയ LDFിൻ്റെ അനുകൂലിക്കുന്ന ഫെഡറേഷനുകൾ മുഴുവൻ ഉൾപ്പെടുത്തി അവർ ആദ്യം തന്നെ ഒരു ടാർജറ്റ് തയ്യാറാക്കി ആനുകൂല്യം വെട്ടിച്ചൊരുക്കി ഗഡുക്കളായി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ചെയർമാനാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 7ാം മോണിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ബോർഡിൻ്റെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ഈ ആനുകൂല്യം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. 2018 മുതൽ ഈ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഗഡു 2018 കൊടുത്താൽ പിന്നെ അടുത്ത ഗഡു ഒരു തൊഴിലാളി കൊടുക്കുന്നത് 2025 ലാസ്റ്റ് 25-6 കൊടുക്കുന്നത്. വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടാണ് ഈ തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു തുക കിട്ടിയാൽ കിട്ടുന്ന ഒരു ഉപകാരം തൊഴിലാളിക്ക് ലഭിക്കാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ചോദിക്കുന്നത് എന്തിനു ഇതിൽ ചേരണം എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയൻ പ്രസ്ഥാന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി കിടക്കുകയാണ്. പ്രവർത്തിക്കാനുള്ള വലിയൊരു വിഷമം തൊഴിലാളി നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾ കിട്ടേണ്ട ആനുകൂല്യം ഗഡുക്കളായി കൊടുക്കണം. അതുപോലെ തന്നെ ഈ പ്രസവാനുകൂല്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ LDF സർക്കാർ പറയുന്നത് 15,000 രൂപ പ്രസവാനുകൂല്യം ഞങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ 14,000 രൂപ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 14,000 കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 1,000 രൂപ മാത്രമേ ഈ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. അത് തൊഴിലാളികൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിൽ പല ട്രേഡ് യൂണിയനും പ്രസ്ഥാനങ്ങളും പരാജയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഇത് വിശ്വസിക്കുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ 1,600 രൂപയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഗവൺമെൻറ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് 400 രൂപ കൂട്ടിയിരിക്കുകയാണ്. ഈ 400 രൂപ കൂട്ടിയ സമയത്ത് അവരുടെ പ്രസ്ഥാനക്കാർ KSTക്കാർ മുഴുവൻ നാട് നീളെ അഭിനന്ദനങ്ങളും പായസം വെച്ച് വിതരണം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് വേറൊരു മറുവശമുള്ളതെന്ന് പറഞ്ഞാൽ
വൈദ്യുതി ചാർജ്, കറണ്ട് ചാർജ് 5 ഇരട്ടി ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കൂട്ടി. ഇത് കൂട്ടിയ സമയത്ത് ഈ തൊഴിലാളി സംഘടന ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ആഹ്ലാദ പ്രകടനങ്ങളോ മറ്റ് അഭിനന്ദനങ്ങളോ സർക്കാർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ വെള്ളക്കരം കൂട്ടി, വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളക്കരം കൂട്ടി. അപ്പോഴും ഇവരെന്ത് ചെയ്തിട്ടില്ല, അഭിനന്ദനങ്ങൾ നടത്തിയിട്ടില്ല. അതുപോലെ കെട്ടിട നികുതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചു. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് അഭിനന്ദനം കൊടുത്തിട്ടില്ല. വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സാധാരണക്കാരൻ ഒരു പ്ലാന് പാസ്സാക്കണമെങ്കിൽ 50 ഇരട്ടി 60 ഇരട്ടിയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. അതുപോലെ കടക്കാർക്ക് ലൈസൻസ് ഫീസ് എല്ലാം വർദ്ധിപ്പിച്ചു. അതുപോലെ ഇപ്പോൾ ഗവൺമെൻറ്റിന് മുന്നിൽ ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഭവന പദ്ധതിയുണ്ട്. ഇതിന് തുക പോലും കൊടുക്കുന്നില്ല. അതിനവർ പറയുന്നത് കേന്ദ്ര സർക്കാർ തരണം എന്നാണ് പറയുന്നത്. എന്നാൽ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ആർഭാട ജീവിതം നയിക്കാനോ ടൂർ പോകാനോ വിദേശ പര്യടനം നടത്തുന്നതിനോ എന്ത് തടസ്സമില്ല, ഫണ്ട് തടസ്സമില്ല. അതിന് സർക്കാരിൻ്റെ ഖജനാവിൽ പണമുണ്ട്. ഈ ഒരു അവസ്ഥയാണ് തൊഴിലാളികൾ മുന്നിലുള്ളത്. കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം സമരം അന്താവിലാണ് ഉള്ളത്. തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ ഒരു സമരം നടത്തുന്നുണ്ട്, ജില്ലാ തലത്തിൽ സമരം നടത്തുന്നുണ്ട്. എല്ലാം നടത്തുന്നത് കൊണ്ട് എന്തുണ്ട്, ഇപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങി പ്രക്ഷോഭം പരിപാടി ഏത് ഭരണം എന്ന് STUവിനെ സംബന്ധിച്ച് ബാധകമല്ല, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംബന്ധിച്ച് ബാധകമല്ല. UDF അധികാരത്തിലിരിക്കുമ്പോഴും STU സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിരന്തര പോരാട്ടത്തിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, തൊഴിലാളികൾ നിരന്തരം STUവിനെ ആശ്രയിച്ച് STUവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഒരു പ്രതിപക്ഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് STUവിനെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലൊക്കെ ദിവസങ്ങളോളായിട്ട് സമരത്തിലാണ് എല്ലാ ജനുവരി 1, 2 തീയതികളിൽ 10-15 തീയതികളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ 10,000 പങ്കെടുത്ത പ്രക്ഷോഭങ്ങൾ തന്നെയായിരുന്നു. 18 പ്രക്ഷോഭം തന്നെ നടത്തി. 3 ദിവസം തുടർച്ചയായി നടത്തി. തൊഴിലാളികൾ എവിടുന്നാ തൊഴിലാളി എത്തുന്നതെന്ന് അറിയില്ല. ആവേശഭരിതരായി തൊഴിലാളി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിൽ ഈ വിനീതനവും ഒരു അവസരം ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ വേണ്ടി. കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു. വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന നേതൃത്വമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഇഷ്ടാനുസരണം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ കടന്നു വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, നമുക്ക് മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെക്കാൾ അവരെക്കാൾ മുൻപന്ത് നിൽക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നുണ്ട്. ആ അവസരം നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഉപയോഗപ്പെടുത്തി മറ്റ് പ്രസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികളെ STUവിൻ്റെ ഭരണഘടനയും STUവിൻ്റെ പ്രവർത്തന രീതിയും അംഗീകരിക്കാവുന്നവരെ മുഴുവൻ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു പ്രവർത്തന ശൈലിയാണ് രൂപീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ചെയ്യുന്ന മുഴുവൻ കൊള്ളരുതായ്മക്കെതിരെ STU പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇനി തുടർച്ചയായി പ്രക്ഷോഭത്തിൽ പോവുകയാണ്. കർഷക തൊഴിലാളി ഫെഡറേഷനും സംസ്ഥാന തലത്തിൽ പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പ്രാദേശികമുണ്ട്. മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഉണ്ടാവില്ല തുടങ്ങിയ ഒട്ടേറെ പ്രയാസം, റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യൂണിറ്റ് തലത്തിലേക്ക് കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇറങ്ങാൻ പോവുകയാണ്. അത് ഈ 2026 ജനുവരി 31, ഫെബ്രുവരി 1, 2 നടക്കുന്ന കോഴിക്കോട് നടക്കുന്ന STUവിൻ്റെ സമ്മേളനത്തോടു കൂടി സജീവമായി എല്ലാ ഫെഡറേഷനും രംഗത്തിറങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സംഘടന എന്ന് പറയുന്നത്, അഭിമാനത്തോട് നമുക്ക് പറയാൻ കഴിയുന്നത് കർഷക തൊഴിലാളി ഫെഡറേഷനാണ്. ഇത്തരം കാര്യത്തിൽ എനിക്ക് അല്പം ശരിക്കും പറയാനുള്ളത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പ്രതികരിച്ച ഒരു നേതാവ് എന്നുള്ള നിലക്ക് അപ്പോൾ ചർച്ച തുടരുകയാണ്. മുഹമ്മദ് അബു സാഹിബ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമുക്ക് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഭരണം തൊഴിലാളികളെ ആശ്രയിച്ച് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ അപ്പോസ്തലന്മാരായിട്ട് ഞങ്ങളാണ് അവരെ നേതാക്കന്മാർ, ഞങ്ങളാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 തുടർച്ചയായി ഭരണം കിട്ടിയതോടുകൂടി ഇവർ തൊഴിലാളികളെ മറന്നു. എന്നിട്ട് അവർ
കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോഴത്തുള്ള കേന്ദ്ര ഗവൺമെന്റ് നയമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ചുവട്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് ഒരു ബൈലുണ്ടാക്കിയത്, ഒരു രൂപരേഖ തയ്യാറാക്കിയത് STUവിന് സമ്മതനായ നേതാവ് അഷ്റഫ് സാഹിബായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ചുവട്ട് തൊഴിലാളി അഭിമാനത്തോടു കൂടി എല്ലാവർക്കും അവർ അവകാശം എന്ന് പറയുന്ന രീതിയിൽ തൊഴിൽ ചെയ്തു വരുന്നത്. എന്നാൽ ഈ ചുവട്ട് തൊഴിൽ നിയമത്തിനെതിരെ വ്യാപാരി വ്യവസായികളും മറ്റുള്ള കടക്കാരും എല്ലാവരും തന്നെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അവർക്ക് അനുകൂലമായിട്ട് തൊഴിലാളിക്ക് എതിരായിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് വന്നത്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രതിഫലിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും തൊഴിൽ വെക്കാം, തൊഴിലാളികളെ വെക്കാം എന്നൊരു നിഗമനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട കോടതികൾ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ നിരന്തരം ഗവൺമെൻറ്റിന് സമ്മർദ്ദം ചെലുത്തുകയും STU നിവേദനം നൽകുകയും തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു അഫിഡവിറ്റ് കോടതി ഫയൽ ചെയ്യണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ് തൊഴിലാളിക്ക് അനുകൂലമായ ഒരു അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലോ ഇതേവരെ കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആളെ വെക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, ഉത്തരവിട്ടിരിക്കുകയാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതുപോലെ തന്നെയാണ് തൊഴിലാളികൾ സമരം ചെയ്താൽ തൊഴിലാളികളെ പുച്ഛത്തോട് കാണുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് 200 ദിവസത്തോളം നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം. 100 രൂപ അവർ ചോദിച്ചിട്ട് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോൾ ഈ ഭരണം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചടക്കണം എന്നതിന് വേണ്ടിയാണ് നക്കാപ്പിച്ച നിലയിൽ 100 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ സമരം നടത്തുന്നതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അവർ താൽക്കാലിക സമരം നിർത്തിവെച്ചതാണ്. ഇത്രയും തൊഴിലാളി വിരുദ്ധ നയം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സർവ്വരാജ്യ തൊഴിലാളികൾ നിങ്ങൾ സംഘടിക്കൂ എന്ന് പറഞ്ഞ് അതുപോലെ വർഗ ബഹുജന സംഘടനകളെ മുഴുവനും ഒന്നിച്ചു നിർത്തുന്ന ഒരു ഗവൺമെൻറ്, ഒരു പ്രസ്ഥാനമായിരുന്നു CPM. ഇന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലാളികൾ ബാധകമല്ല, പ്രശ്നമേ അല്ല. അവർക്ക് വേണ്ടത് കോർപ്പറേറ്റുകളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തവരായിരുന്നു ഇവർ. ആ സമരം ചെയ്ത പ്രസ്ഥാനക്കാരെ വീണ്ടും ആ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനും അവർ എതിരായിരുന്നു, സമരം നടത്തിയവരാണ്. റോഡ് നീള സമരം നടത്തി. പിന്നീട് അവർ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിരുന്നു. ഇപ്പോൾ ഇവർക്ക് എത്ര എക്സ്പ്രസ് കൊണ്ടുവന്നാലും ഇവർക്ക് വിഷയമല്ല. ഇവർക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വഴി. ഈ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി അവരെ കുടുംബം മാത്രം മതി, തട്ടാത്തി മാത്രം മതി, ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട, ഈ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. ഈ PM ശ്രീയിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് എതിരായിരുന്നു ഈ ഗവൺമെൻറ് പ്രസ്ഥാനമാണ്. പക്ഷെ ആരോടും ആലോചിക്കില്ല. ക്യാബിനറ്റിനെ പോലും നോക്കുകുത്തിയാക്കി നിർത്തി ഒരാളും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രിയും അതിൻ്റെ സെക്രട്ടറിയും കൂടി പോയി രഹസ്യമായിട്ടാണ് ഒപ്പിടുന്നത്. സ്വന്തം ഘടകകക്ഷിയായ CPI പോലും വകവെക്കാതെ CPI പോലും അറിയുന്നില്ല. പക്ഷെ CPIൻ്റെ എന്ത് പ്രശ്നങ്ങൾ പ്രകടനങ്ങൾ ഉണ്ടാക്കിയാലും ശരി, അവർക്ക് ഇവിടെ കേരളത്തിൽ നിലനിൽപ്പില്ല. ഇനി CPMൽ അവർ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് നിലനിൽപ്പില്ല. അവരിങ്ങനെ വാഴ കളിച്ചതുപോലെ വളഞ്ഞു വരികയെന്നല്ലാതെ അവർക്ക് യാതൊരു പ്രയോജനം ഈ പ്രസ്ഥാനത്തെ CPM നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ UDFിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർ അവരെ സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ അവർക്കൊരു മുഖ്യമന്ത്രി പദം കൊടുത്തത് തന്നെ ശ്രീമാൻ അച്യുതമേനോന് കൊടുത്തത് മുസ്ലിം ലീഗാണ്. തിരുവരങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുപോലെ AK ആന്റണിക്കും മുഖ്യമന്ത്രി പദം തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ മത്സരിപ്പിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ ജനറൽ സീറ്റ് മുസ്ലിം വിട്ടുകൊടുത്തിട്ടാണ് അതേ നേരത്തും ഏറ്റവും വലിയ പ്രകടമായി പ്രകടിപ്പിച്ച പ്രസ്ഥാനം മുസ്ലിം ലീഗ്. ഇനി മുസ്ലിം ലീഗ് അത് തയ്യാറാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം കോടികൾ ആസ്തിയാണ് അവർക്ക്. കോടികൾ ആസ്തി, കെട്ടിടങ്ങളും ബിൽഡിങ്ങും എല്ലാം അവർ കോടികളാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥാപനം മുസ്ലിം ലീഗിനില്ല. പിന്നെ മുസ്ലിം ലീഗിലുള്ളത് സാധാരണക്കാരെ, അവസരം,
അസുരനെ സഹായിക്കുന്ന രീതിയിലുള്ള CH സെൻ്ററുകൾ, ക്യാൻസർ സെൻ്ററുകൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ. അല്ല പിന്നെ വയനാട് നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വയനാട് ചൂരന്മലയിൽ പിന്നെ ദുരിതത്തിലകപ്പെട്ടവർക്ക് നിങ്ങളുടെ നാട്ടിൽ വീട് 105 വീടുകൾ. ഈ വീട് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം തടസ്സം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റും അവിടുത്തെ വയനാട് ജില്ലാ CPMൻ്റെ സംസ്ഥാനക്കാരുമാണ് ഇതിനെതിരെക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ഗവൺമെന്റിന് പോലും ചെയ്യാൻ വയ്യാത്ത രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട് സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ ചെയ്യുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവരെന്ത് ചെയ്ത് ഇത് നടക്കരുത്. പക്ഷെ ആരെതിർത്താലും അവിടെ കെട്ടിടങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസിൽ നടക്കുന്നുണ്ട്. അതിന് പറ്റിയ ടീം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനക്കാരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും എന്ന് അത്രമാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ ഗ്രാമങ്ങളിൽ ഏറ്റവും സാധാരണക്കാർക്ക് വോട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷന് വരാൻ പോകും. അപ്പോൾ സാധാരണക്കാർ കൃത്യമായി തൊഴിലാളി വിഭാഗത്തിലുള്ള ആളുകൾ CITUവിൻ്റെയും മറ്റു ആളുകളോടൊക്കെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലുള്ളൊരു ഗവൺമെൻറ് തുടർന്നു. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ആവശ്യപ്പെട്ട അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് തിരിച്ചു വരണോ എന്നതിൽ ഏറ്റവും അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ് ഇനി തുടർന്നാൽ ഇവിടെ രാജ്യം നശിക്കും, സംസ്ഥാനം നശിക്കും, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥ വരും. വീണ്ടും ഇവർ അഹങ്കാരത്തോടുകൂടി രാജാവെന്ന നിലയിൽ നടക്കുന്നതുകൊണ്ട് തൊഴിലാളികൾക്ക് ഒന്നും കിട്ടാത്ത വരാൻ പോകുന്ന ഇലക്ഷൻ ശരിക്കും നിങ്ങളിത് ഏറ്റവും വലിയ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. SIR ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് PMC പദ്ധതിയിലൊക്കെ ഒപ്പിട്ടൊരു സമയത്ത് കൂടിയാണ്. അപ്പോൾ ഏതായാലും കൃത്യമായി ഇത് വിനിയോഗിക്കാൻ സാധാരണക്കാരായ പ്രവർത്തകരും തൊഴിലാളികളും കൃത്യമായി UDF സംവിധാനത്തിൽ കൃത്യമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. പറയുന്ന കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മൾ ഈ പൗരത്വ ബില്ലിനെതിരെ ഇവിടെ കേരളത്തിൽ നിരന്തര സമരമായിരുന്നു. അല്ല, പൗരത്വ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നടത്തിയ സമരം എന്നും കൃത്യമായി കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ സമരം. ഈ സമരത്തിൽ ഈ ഗവൺമെൻറ് പൗരത്വത്തിനെതിരാണ്, BJPക്കെതിരാണ്, ഫാസിസ്റ്റിനെതിരാണ് എന്നിവരെ മുറവിളി കൂട്ടുന്നതിൻ്റെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ പരോക്ഷമായിട്ടെങ്കിലും അവരെ സഹായിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ CPMൻ്റെ ഭരണം പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ പൗരത്വ ബില്ലിൽ സമരം ചെയ്തവരുടെ പേര് മുഴുവൻ FIR ഫയൽ ചെയ്തു. ഒരു കേസും ഈ ഗവൺമെൻറ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ നമ്മൾ തൊട്ടായ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉള്ള മുഴുവൻ കേസുകളും അവിടുത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്റ്റാലിൻ അവർ മുഴുവൻ കേസുകൾ പിൻവലിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ പറഞ്ഞ വാക്ക് വളരെ 10,000 കോടി ലഭിച്ചാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ്. ഇവർ ഒപ്പിട്ടതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ ഇവർ 90 കോടിയോളം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. പിന്മാറാൻ കഴിയില്ലല്ലോ. അത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയും CPMും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഒരു 2002 പഞ്ചാബ് ഈ PMCയിൽ ഒപ്പിട്ടിരുന്നു. അവസാനം അവരെന്ത് ചെയ്തു? അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കത്ത് കൊടുത്തു. നിയമസഭ പാസാക്കി കത്ത് കൊടുത്തപ്പോൾ പിന്മാറാൻ കഴിയില്ല. അതിന് ചില ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. ആ ഡിമാൻഡ്സിൽ നിന്നുകൊണ്ട് മാത്രമേ അത് പിൻവലിക്കാൻ പറ്റൂ. ഒരിക്കൽ പിൻവലിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ജനങ്ങളെ കണ്ണിൽ കൂടിയിട്ട് ഞങ്ങൾ പിൻവലിക്കാം, ഞങ്ങളൊരു 5 അംഗ 7 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, മന്ത്രിസഭ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനല്ലാതെ ഒരിക്കൽ പോലും ഇതിൽ ഒപ്പിട്ട് കബളിപ്പിച്ചതാണ്. പക്ഷെ CPM രാഷ്ട്രീയമായി CPI താഴോട്ട് പോകുന്നല്ലാതെ ഇവർ കബളിപ്പിക്കൽ വീണ് കഴിഞ്ഞു. അതിൽ നിന്നുകൊണ്ട് ഇനി CPIക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അതിനെ രക്ഷപ്പെടണമെന്നെങ്കിൽ CPI അതിൽ നിന്ന് പിന്മാറി പുറത്തേക്ക് വരണം. അകത്ത് കെട്ടിട്ടതുപോലെ അതിന് പുറത്തേക്ക് വന്ന് ജനാധിപത്യ രീതിയിൽ മതേതര കക്ഷികളോട് കൂടി യോജിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഇനി കേരളത്തിൽ CPIക്ക് ഒരു ഭാവിയുള്ളൂ. ഇനി ഭാവിയില്ലേ. ഇനി വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പ് UDFൻ്റെതാണ്. തൊഴിലാളികളുടെ ആവേശമാണ്, തൊഴിലാളികൾക്ക് പ്രതീക്ഷയുള്ള
ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ഇലക്ഷനാണ് വരാനുള്ളത്. ഏറ്റവും സാധാരണക്കാർക്ക് നേരത്തെ ഇപ്പോൾ അബ്ദുസാഹിബ് സൂചിപ്പിച്ചപ്പോൾ തന്നെ പഞ്ചായത്തിൽ നമുക്കൊരു പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട കൃത്യമായി ഒരുപാട് വർധനവ്, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട വർധനവ്, വെള്ളക്കരവുമായി ബന്ധപ്പെട്ട വർധനവ്, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്, എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ സാധാരണക്കാർക്ക് എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും അവർക്ക് ഈ ഗവൺമെന്റിനെതിരെ വിനിയോഗിക്കാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് വരാൻ പോകുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ SAR നടപ്പിലാക്കാൻ പോകുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ അവർ നടപ്പിലാക്കാൻ പോകുന്നത്. അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു FIR കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോലും കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. എന്നാൽ ഈ നമ്മൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എന്ത് ചെയ്തു, ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞു, സുപ്രീം കോടതി ഫയൽ ചെയ്തു. പക്ഷേ ഈ ഗവൺമെൻറ് ഇതിന് തയ്യാറായിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിലാളികൾ പലവർക്കും SIR എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് SIR അപകടകാരിയാണ്. അത് 2002 വോട്ടർ പട്ടികയിൽ വേണം, 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ 12 രേഖകൾ പറയുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ആധാർ കാർഡ് ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആധാർ കാർഡ് പൗരത്വ രേഖയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിലെ കേസ് നിലവിലിരിക്കുന്നുണ്ട്. ഈ കേസുകൾ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ എടുത്ത് ചാടിക്കൊണ്ട് ഇന്ത്യ ഒട്ടുക്കും ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് വളരെ ഗൗരവമായി തൊഴിലാളികൾ എടുക്കണം. നമ്മുടെ സഹോദരിമാരെല്ലാവരും, ഉമ്മമാരും സഹോദരിമാരൊക്കെ വളരെ ഗൗരവത്തിൽ കണ്ട് ബോധവൽക്കരണത്തിൽ കൂടി മാത്രമേ നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയൂ. ആ രീതിയിൽ നമ്മൾ മുഴുവൻ വോട്ടുകൾ, നമ്മുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ വോട്ടുകൾ മുഴുവനും ഉണ്ട്, കർഷക തൊഴിലാളികൾ മുഴുവൻ വോട്ടുകളൊന്നും ഉണ്ട് എന്ന് കർഷക തൊഴിലാളികൾ, ജില്ലാ കമ്മിറ്റികൾ, യൂണിറ്റ് കമ്മിറ്റികൾ എല്ലാം തന്നെ അതിൽ ജാഗരൂകരായി പ്രവർത്തിക്കണം എന്നാണ് ഈ കർഷക തൊഴിലാളിയുടെ ഒരു പ്രതിനിധി എന്നതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ മിക്കവാറും എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചു. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു. അതുപോലെ തന്നെ നമ്മളൊരു ഫെഡറേഷൻ എന്നുള്ള നിലയ്ക്ക് കേരള കർഷക തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കൃത്യമായി അബു സാഹിബ് വിലയിരുത്തി. ഏതായാലും ഇന്നത്തെ ഒരു ചർച്ച ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് ഏതായാലും എത്തി. കൃത്യമായി തന്നെ ഇന്നത്തെ ചർച്ചയിൽ വളരെ ഗംഭീരമായി ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന് പ്രിയപ്പെട്ട ഒരു കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, മറ്റൊരു സഹഭാരവാഹി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് കിട്ടിയൊരു അവസരം അബു സാഹിബിനെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. വരുന്ന ആ ഒരു ട്രേഡ് യൂണിയൻ രംഗത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പ്രതിപാദിക്കാൻ കെൽപ്പുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായി പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവസാനമായി ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നതൊക്കെ. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി അത് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ പരിശോധിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് STU.